നമസ്കാരം, പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കഴിഞ്ഞൊരു സെഷനിൽ നിഫ്റ്റിക്ക് 25,300 എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് പോകാൻ സാധിച്ചു. 2025 ആരംഭിച്ചതിന് ശേഷം ആദ്യമായാണ് 25,300 എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയത്. പക്ഷേ അവസാന മണിക്കൂറുകളിൽ നമുക്ക് നല്ലൊരു വോളട്ടിലിറ്റി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു നേട്ടമൊക്കെ കൈവിട്ട് കഷ്ടി ഒന്ന് 25,000 എന്നൊരു ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ് ചെയ്തത്. 200 പോയിന്റിൻ്റെ ഒരു നേട്ടത്തിൽ ശക്തമായിട്ടുള്ളൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകുകയും പിന്നീട് 25,317 എന്ന റേഞ്ചിലേക്ക് ഉയരുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് 72 പോയിന്റിൻ്റെ നേട്ടത്തിൽ 25,044 എന്നൊരു റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. ഇൻട്രാഡേ ഹൈയിൽ നിന്നും ഏകദേശം 300 പോയിന്റിൻ്റെ ഒരു ഇടിവ് അവസാന നിമിഷങ്ങളിൽ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇനി നമ്മൾ FII DII ആക്ഷൻ പരിശോധിക്കുമ്പോൾ FIIs 5,266 കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിക്കുന്ന സാഹചര്യമുണ്ടായി. DISനെ സംബന്ധിച്ച് 5,209 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി US വിപണിയുടെ ഒരു പ്രകടനം വിലയിരുത്തുമ്പോൾ ഡൗ ജോൺസ് കഴിഞ്ഞൊരു സെഷനിൽ നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു. 507 പോയിന്റിന്റെ നേട്ടത്തിൽ 43,089 എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. S&P 500ന് 6,092 എന്ന റേഞ്ചിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ നാസ്ഡാക്കും 1.43% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. S&P 500നെ സംബന്ധിച്ച് അവരുടെ ആ സൂചികയുടെ 52 വീക്ക് ഹൈൻ്റെ ഏകദേശം അടുത്തെത്തുന്ന ഒരു സാഹചര്യത്തിലേക്കുണ്ടായിരുന്നു. നാസ്ഡാക്കിനെ സംബന്ധിച്ച് 1.43% നേട്ടത്തിൽ 19,912 എന്ന റേഞ്ചിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഏഷ്യൻ വിപണികളിൽ കഴിഞ്ഞ സെഷനിൽ ഒരു റാലിക്ക് ശേഷം ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. കഴിഞ്ഞൊരു ദിവസം ഇറാൻ ഇസ്രായേലിൻ്റെ സംഘർഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വോളട്ടിലിറ്റി ആയിട്ടുള്ള അപ്ഡേഷൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം സീസ് ഫയർ അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ഒരു വെടിനിർത്തൽ ലംഘിച്ചു എന്ന തരത്തിലുള്ള ഒരു നയമായിരുന്നു ഇരു രാജ്യങ്ങളും കൈവരിച്ചത്. ഇതിനെ തുടർന്ന് ട്രംപിന്റെ ഭാഗത്തു നിന്ന് അതിരൂക്ഷമായിട്ടുള്ളൊരു വിമർശനം ഇരു രാജ്യങ്ങൾക്കും എതിരെ ഉണ്ടാവുകയും പിന്നീട് വീണ്ടും ഒരു വെടിനിർത്തൽ എന്നൊരു നയത്തിലേക്ക് തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. സോ ഒരു അനിശ്ചിതാവസ്ഥയാണ് നമുക്ക് മിഡിൽ ഈസ്റ്റിൽ തുടരുന്നതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു ടെക്നിക്കൽ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ HDFC സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി പറയുന്നത് 25,200 25,300 എന്നൊരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിക്കുകയാണെങ്കിൽ 25,600 ഷോർട്ട് ടേമിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട നെക്സ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഒരു റേഞ്ച് മൂവ്മെന്റ് ആണെങ്കിൽ പോലും ട്രെൻഡ് പോസിറ്റീവായിട്ട് തുടരുന്നുണ്ട് എന്നും കൂടിയും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. 24,900 നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. LKP സെക്യൂരിറ്റീസിലെ രൂപക് ദേ പറയുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് 25,350 എന്ന റേഞ്ചിലേക്ക് ഉയരാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണെന്നാണ്. ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക 25,000 എന്നൊരു ലെവലായിരിക്കും. തുടർന്ന് 24,850 എന്ന റേഞ്ചിലും നമുക്കൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. 25,000 എന്നുള്ള ഒരു ലെവലിന് മുകളിൽ തുടരാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണെങ്കിൽ സെന്റിമെന്റ്സ് പോസിറ്റീവായിട്ട് തന്നെ സസ്റ്റെയിൻ ചെയ്യുമെന്നും കൂടി രൂപക് ദേ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി പതിവ് പോലെ നമുക്ക് ഇന്ന് ശ്രദ്ധിക്കേണ്ട ഓഹരികൾ കൂടി നോക്കാം. അത്തരത്തിൽ ഇന്നിപ്പോൾ പ്രധാനമായിട്ടും വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻസ് എന്ന് പറയുന്നത് റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും ലിക്വിഡിറ്റി ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാരിയബിൾ റേറ്റ് റിവേഴ്സ് റിപ്പോ ഓപ്ഷനാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജൂലൈ 4 വെള്ളിയാഴ്ച മുതൽക്ക് ആരംഭിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. 2024 നവംബറിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ വാരിയബിൾ റേറ്റ് റിവേഴ്സ് റിപ്പോ ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ലിക്വിഡിറ്റി കൂടുന്ന ഒരു സാഹചര്യത്തിൽ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് RBI ഇത്തരത്തിലുള്ളൊരു നടപടി സ്വീകരിക്കുന്നത്. സോ നമുക്ക് ഫൈനാൻഷ്യൽ സെക്ടറിലുള്ള സ്റ്റോക്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ്. വോഡഫോൺ ഐഡിയ ആണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു സ്റ്റോക്ക്. കമ്പനിയെ സംബന്ധിച്ച് അവരുടെ AGR റിലീഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ അവരുടെ അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ ഡ്യൂസ് 84,000 കോടി രൂപയോളം വരുന്ന
അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ ഡ്യൂസുമായി ബന്ധപ്പെട്ട റിലീഫ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നുള്ള ഒരു അപ്ഡേഷൻസ് അല്ലെങ്കിൽ ഉണ്ടാകുമോ എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ കമ്പനി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന്റെ ഭാഗത്തുനിന്ന് ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാരിറ്റി ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളത് വോഡഫോൺ ഐഡിയ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി മറ്റൊരു സ്റ്റോക്ക് HDFC ബാങ്ക് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. കാരണം ഇന്നിപ്പോൾ HDB ഫൈനാൻഷ്യലിന്റെ IPO ആരംഭിക്കുകയാണ്. കമ്പനി ഇപ്പോൾ 12,500 കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിപണിയിലേക്ക് എത്തുന്നത്. ആങ്കർ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് 3,368 കോടി രൂപ സമാഹരിക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. LIC ആണ് ഏറ്റവും ഒരു ലാർജസ്റ്റ് പോർഷൻ ഇപ്പോൾ റിസീവ് ചെയ്തിരിക്കുന്നത്. 6.53% ഒരു പോർഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് LICക്ക് സാധിച്ചിട്ടുണ്ട്. ഏകദേശം 220 കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ ഒരു HDB ഫൈനാൻഷ്യലിൽ ഇപ്പോൾ LIC നടത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് കെയ്ൻസ് ടെക്നോളജി ശ്രദ്ധിക്കാവുന്നതാണ്. കമ്പനിയെ സംബന്ധിച്ച് അവരുടെ QIP കഴിഞ്ഞ സെഷനിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 28.73 ലക്ഷം ഓഹരികളാണ് QIP വഴി ഇഷ്യൂ ചെയ്തത്. 5,569 രൂപ റേഞ്ചിലായിരുന്നു ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. ജൂൺ 19 ഈ ഒരു QIP ആരംഭിച്ചത്. ജൂൺ 24 കഴിഞ്ഞ ദിവസമാണ് QIP സക്സസ്ഫുള്ളി ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. സോ കെയ്ൻസ് ടെക്നോളജി ഫോക്കസിൽ വയ്ക്കാവുന്നതാണ്. ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ആണ് മറ്റൊരു സ്റ്റോക്ക്. കമ്പനിയെ സംബന്ധിച്ച് US ആസ്ഥാനമായിട്ടുള്ള ആലുകെം കമ്പനീസിന്റെ 100% ഓഹരികളും ഏറ്റെടുത്തുവെന്ന് ഹിൻഡാൽകോ പ്രഖ്യാപിച്ചിരിക്കുന്നു. $125 മില്യൺ ഏറ്റെടുക്കലാണ് ഇപ്പോൾ കമ്പനി നടത്തിയിരിക്കുന്നത്. ആദിത്യ ഹോൾഡിംഗ്സ് എന്ന അവരുടെ സബ്സിഡിയറി വഴിയാണ് ഈ ഒരു ഏറ്റെടുക്കൽ നടത്തിയിരിക്കുന്നതെന്നും കൂടി കമ്പനി അറിയിച്ചിട്ടുണ്ട്. PTC ഇൻഡസ്ട്രി നമുക്ക് ഫോക്കസിൽ വയ്ക്കാവുന്നതാണ്. PTC സംബന്ധിച്ച് കമ്പനി സഫ്രാൻ എയർക്രാഫ്റ്റ് എൻജിൻസ് എന്നുള്ള കമ്പനിയുമായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇനി JB കെമിക്കൽസ് ആണ് മറ്റൊരു സ്റ്റോക്ക്. JB കെമിക്കൽസിന് US FDA അംഗീകാരം ലഭിച്ചതായിട്ട് ഇപ്പോൾ അവർ അറിയിച്ചിട്ടുണ്ട്. ഡിപ്രഷനും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ് ഇപ്പോൾ അവർക്ക് US FDA അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. വേദാന്തം, അദാനി എന്റർപ്രൈസ് പോലുള്ള ഓഹരികൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. കമ്പനികളെ സംബന്ധിച്ച് ജയപ്രകാശ് അസോസിയേറ്റ്സിന്റെ റിസൊല്യൂഷൻ പ്ലാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു റിസൊല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് അദാനി ഗ്രൂപ്പിന്റെ അദാനി എന്റർപ്രൈസ് അതോടൊപ്പം തന്നെ വേദാന്ത പോലുള്ള കമ്പനികൾ അവരുടെ റിസൊല്യൂഷൻ പ്ലാൻസ് സബ്മിറ്റ് ചെയ്തതായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ ഓഹരികൾ ഫോക്കസിൽ വയ്ക്കാവുന്നതാണ്. ബജാൽ പ്രൊജക്ട്സ് ലിമിറ്റഡ് ആണ് മറ്റൊരു സ്റ്റോക്ക്. കമ്പനിക്ക് 100 മുതൽ 200 കോടി രൂപയുടെ കരാർ ലഭിച്ചു എന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ കമ്പനി 220 രൂപ റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം ടാറ്റ മോട്ടോഴ്സ് നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് US താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സമ്മർദ്ദം മൂലം അവരുടെ UKയിലുള്ള JLRന് ഏകദേശം 1.6 ബില്യൺ പൗണ്ടിൻ്റെ നഷ്ടം നേരിടാൻ സാധ്യതയുണ്ട് എന്നുള്ള അപ്ഡേഷൻസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും അവരുടെ കോസ്റ്റ് ഉയർത്തുകയും ഈ ഒരു കോസ്റ്റ് പ്രൈസിങ്ങിലോട്ട് അവർ അത് കൈമാറുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് ഉയർത്തിയേക്കാം. അതായത് JLR മോഡൽസിനൊക്കെ തന്നെ കോസ്റ്റ് ഉയരുന്ന സാഹചര്യത്തിലേക്ക് പോയേക്കാം എന്നുള്ള അപ്ഡേഷൻസ് ആണ് വരുന്നത്. സോ ടാറ്റ മോട്ടോഴ്സ് നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ്. നമ്മൾ ഫോക്കസിൽ വെക്കേണ്ട സ്റ്റോക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഒരു പോസിറ്റീവ് സ്റ്റാർട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സ് ഒരു മിക്സഡ് പെർഫോമൻസ് നൽകിയതോടൊപ്പം തന്നെ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചും ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. എങ്കിൽ പോലും നമ്മൾ ആ ഒരു വോളറ്റിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം കഴിഞ്ഞൊരു സെഷനിൽ അവസാന നിമിഷങ്ങളിലാണ് ആ ഒരു നേട്ടമൊക്കെ തന്നെ കൈവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. സോ കഴിഞ്ഞ സെഷൻ ഉണ്ടായിരുന്ന ആ ഒരു മൊമെൻറ്റം എത്രത്തോളം നിലനിർത്താൻ പറ്റുമെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്. എങ്കിലും 25,000 മുകളിൽ തന്നെ നിലനിൽക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് തന്നെയാണ് ഇപ്പോൾ അനലിസ്റ്റുകളും സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇൻട്രാഡേ പെർസ്പെക്റ്റീവിലേക്കും ഷോർട്ട് ടേമിലേക്കും നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഓഹരികൾ കൂടി നോക്കാം. ഒബ്രോ റിയലിറ്റിയെ സംബന്ധിച്ച് ഒരു ലോങ് പൊസിഷൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1930 രൂപയിൽ സ്റ്റോപ്പ് ലോസ് വെക്കാവുന്നതാണ്. 1988 രൂപയ്ക്ക് മുകളിലാണ് നമ്മൾ ലോങ് പൊസിഷൻ എടുക്കേണ്ടത്. 2075 to 2150 എന്നൊരു റേഞ്ചിൽ നമുക്ക് ടാർഗറ്റ് ഫിക്സ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇത് ബൊണാൻസയിലെ അനലിസ്റ്റ് ആണ് ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്.
ഇന്ത്യ ഗ്ലൈക്കോൾസ് ആണ് മറ്റൊരു സ്റ്റോക്ക്. 1966 രൂപയ്ക്ക് മുകളിൽ പൊസിഷൻ എടുക്കാവുന്നതാണ്. ടാർഗറ്റായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യേണ്ട 2100 to 2200 ആണ്. 1870 രൂപയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാവുന്നതാണ്. ഇതും ബൊണാൻസയിലെ അനലിസ്റ്റ് തന്നെയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഷോർട്ട് ടേം പെർസ്പെക്റ്റീവിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഓഹരി LIC ആണ്. LICയെ സംബന്ധിച്ച് നമുക്ക് 945 രൂപയ്ക്ക് മുകളിൽ ഒരു പൊസിഷൻ എടുക്കാവുന്നതാണ്. 910 രൂപയിലാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. 1025 രൂപയാണ് ടാർഗറ്റായിട്ട് അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു സ്റ്റോക്ക് അംബുജ സിമൻസ് ആണ്. അംബുജ സിമൻസിനെ സംബന്ധിച്ച് 560 to 561 രൂപ റേഞ്ചിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാം. ലോങ് പൊസിഷനാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. 548 രൂപ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കാവുന്നതാണ്. 594 രൂപ വരെ എത്തിയേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 6% അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓർക്കുക, ഇത് ഷോർട്ട് ടേമിലേക്കാണ് ഈ ഒരു സ്റ്റോക്കും സജസ്റ്റ് ചെയ്തിരിക്കുന്നത്.